എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും അതിലൊരു ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പുഴുങ്ങി കിട്ടുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉള്ളി, തക്കാളി, കാന്താരിമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയൊക്കെ സാധനം എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇടാം, പിന്നെ കറിവേപ്പില ഇത്രയും ഇടാം. അപ്പം നമ്മൾ ഇതെല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തക്കാളി ചെറുതായിട്ടാണ് അരിഞ്ഞത്, ഉള്ളി നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്ന പോലെ തന്നെയാണ്. ആകെ ഒരു വ്യത്യാസമുള്ളത്, ഞാൻ പ്രഷർ കുക്കറിലാണ് വെക്കുന്നത്. പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. കുറച്ച് തിരക്കുള്ള ദിവസമൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ പ്രഷർ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കുക്കർ അടച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. ഏകദേശം ഒരു 2 വിസിലേ വരണ്ടോ, ആ സമയം കൊണ്ട് തന്നെ ഇതായി കിട്ടും. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് എരിവിനൊക്കെ, നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും അല്ലേ, എരിവ്, പുളി, ഉപ്പൊക്കെ. അപ്പോൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി, അതേപോലെ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഈ സമയം തന്നെ മല്ലിയില ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ മുട്ട പുഴുങ്ങിയത് ഞാൻ നടുക്ക് കീറിയിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഇടുന്ന സമയത്ത് കറിക്കൊരു കട്ടി കൂടുതലായി കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ. ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ മുട്ടക്കറി റെഡിയാണ്. അപ്പോൾ നമുക്കിത് വിളമ്പി കഴിക്കാം.